ലോകത്താരും 100% പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരവരുടേതായ കുറവുകളും കൂടുതലും ഒക്കെ ഉണ്ട്. ആർക്കും ആരെയും വിമർശിക്കുവാനുള്ള അധികാരം ഇല്ല എന്നുള്ളത് മാധ്യമങ്ങൾ പലരെയും വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളടക്കം അന്തി ചർച്ചകളിലും ഒക്കെ. പക്ഷെ അങ്ങനെ വിമർശിക്കാനുള്ള അധികാരമൊന്നും ആർക്കും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഭരണപക്ഷത്തിരിക്കുന്നവരെ വിമർശിച്ചാലേ അവർ നന്നാവൂ, അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ട് അലക്കുകയാണ് എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട്. പറഞ്ഞു വരുന്നത് പൊളിറ്റിക്സിനെ കുറിച്ചൊന്നുമല്ല. കൃഷ്ണഭക്ത കൃഷ്ണനെ വരച്ച് ഗുരുവായൂരിൽ കയറി കേക്ക് മുറിച്ച് RSS BJP എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ സുരേഷ് ഗോപി വഴി മോദിയുടെ അടുത്ത് വരെ ചിത്രങ്ങൾ എത്തിച്ച ഉഡായിപ്പ് കൃഷ്ണഭക്ത എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അവരുടെ കാര്യം. കൃഷ്ണനെ വരച്ച് പണമുണ്ടാക്കുകയോ കൃഷ്ണനെ വരച്ച് ജീവിക്കുകയോ അവരെ മക്കൾ കൃഷ്ണനെ വരച്ച ആ പണം കൊണ്ട് അവരും അവരുടെ കുടുംബവും ജീവിക്കുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. മറ്റൊരു മതത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീ കൃഷ്ണനെ വെച്ച് ജീവിക്കുന്നെങ്കിൽ അത് ശരിയാണ്, അങ്ങനെ ജീവിക്കട്ടെ. ഈ പറയുന്ന അള്ളാഹുവിനെയോ മറ്റാരെങ്കിലോ വരച്ച് ഏതെങ്കിലും ഒരു ഹിന്ദു സ്ത്രീക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊക്കെ പിന്നീട് വലിയ ചർച്ചകളാകും, മറ്റു പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും, പിന്നെ അവർക്കെതിരെ വലിയ വിമർശനങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ കാര്യം, ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, വീണ്ടും ആ പേര് പറഞ്ഞ ആ കുട്ടിയെ ഒരു ഇരയാണ്. ആ കുട്ടിയെ മോശക്കാരിയാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു വാർത്തയാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും എനിക്കറിയില്ല. ഇത് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. പ്രശ്നം ജസ്ന സലീം എന്ന് പറയുന്ന കൃഷ്ണഭക്തയാണ്. ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, ഏകദേശം ഒരു 1-2-3 ദിവസങ്ങൾക്ക് മുൻപ് ഇവരൊരു വീഡിയോ ഇട്ടിരുന്നു. സത്യത്തിൽ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നടത്തിയ റിയാക്ഷനിലൂടെയാണ് ഞാൻ അതെന്താണെന്ന് ശ്രദ്ധിച്ചത്. ഈ വീഡിയോ ഇവർ പിൻവലിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇവരിട്ട ഒരു വീഡിയോ, ഒരു പെൺകുട്ടി, യൂട്യൂബറായ ഒരു പെൺകുട്ടി കൊയിലാണ്ടിയിലെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അബോർഷൻ നടത്തിയെന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നത് അവളുടെ ഭർത്താവല്ല എന്നും മറ്റൊരാളാണ് എന്നുമാണ് പറയുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണം. ഒരു പെൺകുട്ടികൾക്കെതിരെയും ഇന്ന് വരെ എത്ര ക്രൂര മനസ്സുള്ളവരും ഉന്നയിക്കാത്ത ഒരു ആരോപണം. ആ ആരോപണമാണ് ജസ്ന സലീം എന്ന് പറയുന്ന കൃഷ്ണഭക്ത പുറത്തുവിട്ടിരിക്കുന്നത്. അത് പുറത്തുവിടാനുള്ള കാരണമായി ഇവർ പറയുന്നത്, എനിക്കെതിരെ ഈ ഇരയായ പെൺകുട്ടി ഒരുപാട് രീതിയിൽ വീഡിയോസ് ചെയ്തു, അതിൻ്റെ പകയിൽ എന്നവർ പറയുന്നില്ല, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഇട്ടത് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ ജസ്ന സലീമിനോട്, നിങ്ങൾക്കാരാണ് ഇവരുടെ സ്വകാര്യ കാര്യങ്ങൾ പുറത്തുവിടാനുള്ള അധികാരവും അവകാശവും തന്നത്? അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷമുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അതിലൊരു വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ കുട്ടിയെ എവിടെയോ കണ്ട് പരിചയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ കുട്ടിയുടെ കൂടെയുള്ള ആളെ പേര് തെറ്റിച്ചാണ് നൽകിയത്. അങ്ങനെ ഞാൻ ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് എന്തിനാണ് ഇവർ പോകുന്നതെന്ന് നോക്കി. ഞാൻ മൈഗ്രെയിന് കാണിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ മൈഗ്രെയിന് കാണിക്കാൻ പോയി ഞാൻ എങ്ങനെയാണ് ഗൈനക്കോളജി വിഭാഗത്തിലെത്തിയതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഭാഗത്തിൽ എത്തിയത് ഈ കുട്ടിയെ ഞാൻ എവിടെ വച്ചോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കുട്ടി എന്തിനാണ് ഗൈനക്കോളജി വിഭാഗത്തിൽ പോകുന്നത് എന്ന് അന്വേഷിക്കാനായിട്ട് പോയപ്പോൾ പിന്നെ ഈ കുട്ടി ഗൈനക്കോളജി ഡോക്ടറെ കാണുന്നു. പിന്നീട് ഞാൻ അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. അവിടെ ഇങ്ങനെ അബോർഷൻ നടത്താൻ കഴിയുമോ എന്ന് അറിയാനാണ് പോയത്. പിന്നീട് അവിടുത്തെ CCTVയിൽ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഈ കുട്ടി എന്തിനാണ്, കള്ളമല്ലെങ്കിൽ വെപ്രാളപ്പെടുന്നത്, ഈ കുട്ടി എന്തിനാണ് ഭയക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുത്തുകൂടെ? ഈ ആശുപത്രിയിൽ CCTV ദൃശ്യങ്ങളില്ലേ? CCTV ദൃശ്യങ്ങളുണ്ട് എങ്കിൽ അത് കാണിച്ചുകൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിന്റെ പേര് തെറ്റാണെങ്കിൽ നിന്റെ മുഖം അതിൽ വ്യക്തമാകില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ശരിയാണ് ജസ്ന സലീം, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് വെച്ചോളൂ. ഞാനിത് ശരിയാണെന്ന് പറയുന്നില്ല. ഇതൊക്കെ ശരിയാണ്, ശരിയോ തെറ്റോ എന്തോ ആവട്ടെ. അങ്ങനെ ശരിയും തെറ്റും ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഇവരെക്കുറിച്ച് പറയാനായിട്ട്? നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവരെക്കുറിച്ച് പറയാനായിട്ട്? ആ പെൺകുട്ടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ സ്വകാര്യതയാണ്. ഇവിടെ ആരുടെ സ്വകാര്യത എടുത്ത് പുറത്തിട്ട് അവരെ അലക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ ഇവരുടെ CCTV ദൃശ്യങ്ങളോ ഇവർ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ കാര്യങ്ങളോ വേണ്ട. ഇപ്പോൾ അബോർഷൻ തെറ്റാണെന്നാണ് ലോകത്തെല്ലായിടത്തും പറയുന്നത്.
അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ആശുപത്രികളിൽ അത് നടക്കുന്നില്ലേ? ഉണ്ടാകാം. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി നിങ്ങൾ പോകുന്നത് എന്തിനാണ്? ഒരു പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന ഇത്രമാത്രം അവഹേളിച്ച മറ്റൊരു യൂട്യൂബേഴ്സും ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. ഇവർക്കെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. തെളിവുകൾ ഉണ്ടോ ഇല്ലയോ, ആ ഇരയായ പെൺകുട്ടിക്കെതിരെ, ഇരയാണ് ആ പെൺകുട്ടി ഇപ്പോൾ, അവൾ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയോ അവൾ ജീവൻ വെടിയുകയോ ചെയ്താൽ ആരാണ് ഇതിന് മറുപടി പറയുക? ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയുക? ഒരു സ്ത്രീക്ക് അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രസവിക്കാം, അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അബോർഷൻ ചെയ്യാം. അതൊക്കെ സ്ത്രീയുടെ സ്വകാര്യതയാണ്. അതിനെ വിളമ്പി 10 പേരെ കാണിച്ച് അതിൽ അവരെ അപമാനിച്ച് അവരെ ഇല്ലാതാക്കാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെ വിമർശിക്കുമ്പോൾ തിരിച്ചും അതേ രീതിയിൽ വിമർശിക്കുമ്പോഴാണ് നിങ്ങളൊരു ഉത്തമയായ സ്ത്രീ ആകുന്നത്. ഉത്തമയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടം തൊട്ട് ഇതുവരെ പൊട്ടുവിട്ട് കുലസ്ത്രീ കളിച്ച് നടക്കണ ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ അവർ ഏത് രീതിയിലാണോ പ്രകോപിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങളെ അവർ ഏത് രീതിയിലാണോ തരം താഴ്ത്താൻ ശ്രമിക്കുന്നത്, ആ രീതിയിൽ തിരിച്ച് നിങ്ങൾ അവർക്ക് എതിരെ വീഡിയോ ചെയ്യൂ. അല്ലാതെ ഒരു സ്ത്രീയുടെ സ്വകാര്യതയിൽ കയറി ഇറങ്ങി ആ സ്ത്രീ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സമൂഹത്തിൽ അവർ വേട്ടയാടപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെ ബന്ധുക്കളുടെ ഇടയിൽ, അവർ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ അവർ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഇടയിലും ഭർത്താവിൻ്റെ മുന്നിലും അവരുടെ സുഹൃത്തുക്കളുടെ മുന്നിലും സമൂഹത്തിൻ്റെ മുന്നിലും അവർ അപമാനിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കുമില്ലേ മക്കൾ, നിങ്ങൾക്കുമില്ലേ കുഞ്ഞുങ്ങൾ, നിങ്ങളും ഒരു സ്ത്രീയല്ലേ? എന്തിനാണ് ഇങ്ങനെ പകരത്തിന് പകരം വീട്ടാനായി ഒരു സ്ത്രീയുടെ സ്വകാര്യത മുഴുവൻ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് വിളമ്പി ഇങ്ങനെ അവരെ നാണം കെടുത്താൻ വേണ്ടി മാത്രം എന്ത് തെറ്റാണ് അവർ നിങ്ങളോട് ചെയ്തത്? ഞാൻ നിങ്ങൾക്കൊപ്പവുമല്ല അവർക്കൊപ്പവുമല്ല നിൽക്കുന്നത്. നിങ്ങളെ ഒരുപാട് പേർ ഉഡായിപ്പ് ഭക്ത എന്ന് വിളിച്ച് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ ഹൈന്ദവർക്കില്ലാത്ത എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ വന്നിട്ടുണ്ട്. കൃഷ്ണനെ വരച്ചുകൊണ്ടാണ് നിങ്ങളുടെ വീട് വച്ചത് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഒക്കെ ശരിയാണ്. കൃഷ്ണനെ വിറ്റ് ജീവിക്കുന്ന ഒരു ആളാണ് നിങ്ങൾ. അത് നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗം അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കണം. അത് ഹൈന്ദവർക്കൊരു അഭിമാനമാണ്. കാരണം ഞങ്ങളുടെ ഒരു ദൈവത്തിനെ വെച്ച്, അല്ലെങ്കിൽ ഹൈന്ദവർ പറയുന്നത് പോലെ ഹൈന്ദവരുടെ ഒരു ദൈവത്തെ വെച്ച് അന്യ സമുദായത്തിൽ ഒരു സ്ത്രീ ജീവിക്കുന്നെങ്കിൽ അതിൽ പരം അഭിമാനം ഹൈന്ദവർക്ക് എന്താണുള്ളത്? ജീവിക്കൂ. ഇതുപോലെ മുഹമ്മദ് നബിയെ വരച്ചുകൊണ്ടൊന്നും ഇവിടെ ആരും ജീവിക്കുന്നില്ല. അങ്ങനെ മുഹമ്മദ് നബിയുടെ പടം അല്ലെങ്കിൽ പ്രവാചകന്റെ പടം വരച്ച് ആരെങ്കിലും ജീവിച്ചാൽ അവരുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന തീരുമാനം എന്താണെന്ന് ഇവിടെ നന്നായിട്ട് അറിയാം. വർഗീയത പറയുന്നതല്ല. നിങ്ങൾ ജീവിച്ചോളൂ. നിങ്ങൾ യേശുവിനെ വരച്ചോ, നബിയുടെ പടം വരച്ചോ, കൃഷ്ണന്റെ പടം വരച്ചോ ഒക്കെ നിങ്ങൾ ജീവിച്ചോളൂ. അതൊന്നും ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് 3 നേരം അതുവഴി ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അത് മാത്രമേ ഇവിടെ നിങ്ങൾ നോക്കാവൂ. മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഈ ചെയ്ത തെറ്റിന് തീർച്ചയായിട്ടും നാളെ മറ്റു പലരും ഇതുപോലെ പുറത്തു വന്ന് മറ്റു പലരും ചെയ്ത സ്വകാര്യമായ കാര്യങ്ങൾ പുറത്തു വന്ന് പറഞ്ഞാൽ അത് പലരുടെയും മരണത്തിലേക്ക് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് ജസ്ന സലീമിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നതിനപ്പുറം ഒരു സ്ത്രീയെ ഇതിലും വലിയ രീതിയിൽ കുത്തി നോവിക്കാൻ, അവരെ ജീവനോടെ ഇരിക്കുമ്പോൾ കൊലപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ക്രിമിനൽ ആണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ജസ്ന സലീം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായേ മതിയാവും.